കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഒരു സംഘർഷഭരിത സാഹചര്യം എന്തായാലും ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം ആ ക്യാമ്പസിൽ ഉയരുകയാണ്. അത് ബാനർ അഴിപ്പിച്ചപ്പോഴത്തേക്കാണ് ആ പ്രതിഷേധാഗ്നി കൂടുതൽ രൂക്ഷമായത്. ഒരു ബാനറിന് 100 ബാനർ എന്ന കണക്കിൽ ക്യാമ്പസ് ഒന്നാകെ ബാനറുകൾ ഉയരും എന്നുള്ളതാണ് SFIയുടെ പ്രഖ്യാപനം. അവിടെ കേരള പോലീസിന്റെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പോലീസ് സേനാംഗങ്ങൾ അവിടെയുണ്ട്. നേരത്തെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനിരുന്ന ഗവർണർ ഇങ്ങോട്ടേക്ക് SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസിനകത്തെ സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസത്തിന് വന്നത് തന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അകമ്പടിയോടൊക്കെ കൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ പോലീസ് സന്നാഹമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. മാത്രമല്ല ഉച്ചയ്ക്ക് ഗവർണർ പറഞ്ഞത് കേൾക്കാത്ത സർവകലാശാല നടപടിയിൽ കടുത്ത രോഷത്തിൽ ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് കൊടിയ ഭാഷയിൽ താക്കീതും ശകാരവർഷവും നടത്തിയതിനു ശേഷമാണ് ആ ബാനർ നേരിട്ട് അഴിപ്പിച്ചത്. അപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത്രയും വലിയ പോലീസ് കോൺസെൻട്രേഷൻ ആ ക്യാമ്പസിലുണ്ട്, വിദ്യാർത്ഥികളുമുണ്ട്. എന്തും സംഭവിക്കാം ഈ രാത്രി. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്താണ് ക്യാമ്പസിന്റെ അന്തരീക്ഷം? ഏതെങ്കിലും തരത്തിൽ ആ ഒരു സംഘർഷഭരിത അന്തരീക്ഷം ലഘൂകരിക്കാൻ ചർച്ചകളോ നീക്കങ്ങളോ ഉണ്ടോ സമീർ? അത്തരം ഒരു അവസ്ഥ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലില്ല. പക്ഷേ ഒരു ഭാഗത്തായി SFI പ്രവർത്തകർ ഈ ഗവർണർക്കെതിരായുള്ള ബാനറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഇവിടെ സംഘർഷാവസ്ഥ നിലവിലില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ വരും മണിക്കൂറിൽ എങ്ങനെയാവും കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. SFI സംസ്ഥാന നേതൃത്വം അടക്കം വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഏത് തരത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് വിശദമായി തന്നെ SFI സംസ്ഥാന നേതൃത്വം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ സമരത്തിന്റെ രീതിയിലേക്ക് പോകുന്നത് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ ഇവിടെ കൂടുതൽ ബാനറുകൾ സ്ഥാപിച്ച് ക്യാമ്പസിലുടനീളം തന്നെ ഈ ഗവർണർക്കെതിരെ കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് നിലവിൽ SFI നീങ്ങുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മുദ്രാവാക്യങ്ങൾക്ക് പകരം ഇപ്പോൾ ഡോണ്ട് സ്പ്ലിറ്റ് ഹാൻഡ്സ് ആൻഡ് പനപരാഗ് എന്നുള്ള എന്നെഴുതിയ ബാനറുകളാണ് കൂടുതലായും ഈ ക്യാമ്പസുകളിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു വരേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അല്ല സമീർ, ഇത് ഡോണ്ട് സ്പ്ലിറ്റ് ഹാൻഡ്സ് ആൻഡ് പനപരാഗ് എന്ന് ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധ മുഖത്ത് ഉന്നയിക്കുന്നതിനേക്ക് ഒന്ന് രണ്ട് ആളുകൾ ചില സന്ദേശം അയക്കുന്നുണ്ട്. ഞാനായിട്ട് ആ സന്ദേശം പറയുന്നില്ല. എന്തായാലും അത് അപ്പോൾ ഗവർണർ പ്രകോപിപ്പിച്ചാൽ ഗവർണറെ പരമാവധി അങ്ങോട്ടും പ്രകോപിപ്പിക്കുക എന്നതിലേക്ക് തന്നെ SFI ഒരു സ്ട്രാറ്റജി എടുക്കുകയാണോ കാര്യങ്ങൾ? അല്ലെങ്കിൽ ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പനപരാഗ് എന്നൊരു മുദ്രാവാക്യം അവിടെ ഉയരേണ്ട കാര്യമില്ലല്ലോ സമീർ? ഹാഷ്മി, തീർച്ചയായും ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ കട്ടക്ക് SFIയും തിരിച്ചടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഗവർണർ നേരിട്ട് കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയെ നിർബന്ധിച്ചുകൊണ്ട് പോസ്റ്റർ അയപ്പിക്കുമ്പോൾ മറുവശത്ത് അതേ രീതിയിൽ മറ്റൊരു തരത്തിൽ മുദ്രാവാക്യം എന്നുള്ള രീതിയിൽ തീർത്തും വ്യത്യസ്തമായി തന്നെ SFIയും ബാനർ ഉയർത്തുന്നു. അങ്ങനെ തീർത്തും നേർക്കുനേർ ഏറ്റുമുട്ടലിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PMRCയുടെ ഒക്കെ സംസാരത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഗവർണർ പൻപരാഗ് തുപ്പിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തന്നെ നേരത്തെ ആർഷ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇത്തരം ബാനറുകൾ ഇവിടെ ഉയരുന്നത്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ പറയുന്ന പാൻപരാഗ് ഉപയോഗം ആരോഗ്യത്തിന് കേടാണ്. ഞാൻ പറയുന്നത് പിന്നെ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ പുതിയ തലമുറ കുഞ്ഞുങ്ങൾ കേൾക്കാത്ത സാധനമായിരിക്കും പാൻപരാഗ്. ഇപ്പോൾ അത് കേരളത്തിൽ നിന്ന് കിട്ടാനൊന്നുമില്ല. അങ്ങനെ അഥവാ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ആരോഗ്യത്തിന് കൊടിയ നാശം ഉണ്ടാക്കുന്ന ഒന്നാണ്. സമീർ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. ഹാഷ്മി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഹർഷയും പറയുന്നത് തന്നെയാണ് ഇത്തരം ലഹരിക്കെതിരെ ഉള്ള മുദ്രാവാക്യമാണ് ഉയരുന്നത് എന്നുള്ളതാണ് ഹർഷ വ്യക്തമാക്കുന്നത്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തവുമാണ് ആർക്കെതിരെയാണെന്നുള്ള കാര്യത്തിൽ. ഏതായാലും നിലവിൽ SFI പ്രവർത്തകർ കൂടുതൽ പ്ലക്കാർഡുകളും ഒക്കെയായി വീണ്ടും സംഘടിച്ചുകൊണ്ട് ഈ ബാരിക്കേഡിന് അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിലേക്ക് SFI പ്രവർത്തകർ അവരുടെ പ്ലക്കാർഡുകൾ എല്ലാം തന്നെ ഉയർത്തി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ പ്ലക്കാർഡുകളും ഒപ്പം തന്നെ SFIയുടെ കൊടിതോരണങ്ങളുമായി ഈ ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രകോപനപരമായിട്ടുള്ള ശ്രമങ്ങളിലേക്കും തന്നെ SFI പ്രവർത്തകർ കടന്നിട്ടില്ല. പകരം അവർ എന്തായാലും ഈ രാത്രി കാലിക്കറ്റ് സർവകലാശാലയെ ഒരു സമരരാവാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു SFI പ്രവർത്തകർ. അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥികളൊക്കെ ക്യാമ്പസിലേക്ക് ഇറങ്ങുകയാണ്. പ്ലക്കാർഡുകളുമായി SFIയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത ശുഭ്രപതാക, നക്ഷത്രാങ്കിത ശുഭ്രപതാകയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. SFI പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കൂടുതൽ എന്തായാലും ബാരിക്കേഡിന് ഒരു സംഘർഷഭരിത സാഹചര്യമില്ല. പോലീസും ഏതെങ്കിലും തരത്തിൽ ആക്ഷനിലേക്ക് പോകുന്നില്ല. പക്ഷേ ഗവർണർക്കെതിരായ കടുത്ത പ്രതിഷേധം, ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയ ബാനർ ഒരു ഭരണഘടനാ സ്ഥാപനം നേരിട്ട് നഴിപ്പിച്ചതിലുള്ള രോഷം എന്തായാലും SFI പ്രവർത്തകർ പ്രകടിപ്പിക്കുകയാണ്. അവർ ക്യാമ്പസിലേക്ക് ഒരുപാട് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ബാനറുകൾ ഉയർത്തിക്കൊണ്ട് ഈ രാത്രി സമരരാവാക്കുന്നു SFI കാലിക്കറ്റ് സർവകലാശാലയിൽ. ഏതെങ്കിലും തരത്തിൽ അത്
ഒരു സംഘർഷത്തിലേക്കും പോലീസ് ആക്ഷനിലേക്കും പോകുമോ എന്ന കാര്യം അറിയില്ല. അരുൺ പാറക്കൽക്കുണ്ട്. അരുൺ, അപ്പോൾ ഈ രാത്രി ക്യാമ്പസിൽ നിൽക്കാനാണ് SFIയുടെ തീരുമാനം, ആ ബാനറുകൾക്ക് കാവൽ നിൽക്കാനാണ് തീരുമാനം, രാത്രി സമരഭരിതമാക്കാനാണ് തീരുമാനം? ഹാഷ്മി, സംഘർഷഭരിതമാവുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഈ രാത്രി ഇവിടെ സംഘടിച്ചു നിൽക്കാനാണ് SFI പ്രവർത്തകരുടെ തീരുമാനം. നേരത്തെ അവരൊന്ന് പിന്തിരിഞ്ഞിരുന്നു. മൂന്നാമതൊരു ബാനർ കൂടി കെട്ടിയതിനു ശേഷം കൂടുതൽ പ്ലക്കാർഡുകളും കൂടുതൽ ബാനറുകളുമായി ഇവിടേക്ക് വീണ്ടും സംഘടിച്ചെത്തുന്ന, ഈ പരീക്ഷാ ഭവന് മുന്നിലേക്ക് സംഘടിച്ചെത്തുന്ന കാഴ്ച SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുണ്ട്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെല്ലാവരും സംസ്ഥാന നേതൃത്വം തന്നെ ഒന്നടങ്കം ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം ക്യാമ്പസിനകത്ത് ഗവർണർക്കെതിരെ ഉയർത്തുന്നു എന്നതാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു നിലയ്ക്കും പുറകോട്ട് പോകാൻ SFI ഒരുക്കമല്ല എന്നതാണ് ഇവിടെ SFI അടിവരയിടുന്ന കാര്യം. ഒരു ഭാഗത്ത് ഗവർണറും മറുഭാഗത്ത് SFIയും പോലീസിനെ വിഷമവൃത്തത്തിലാക്കുന്നു. കൂടുതൽ പോലീസുകാർ ക്യാമ്പസിനകത്തേക്ക് എത്തുന്നു, കൂടുതൽ സുരക്ഷ ഒരുക്കുന്നു. ഒരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ, മറുഭാഗത്ത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന. പോലീസ് ഏറെ വിഷമവൃത്തത്തിലാകുന്ന ഒരു സാഹചര്യം ക്യാമ്പസിനകത്തുണ്ട്. ആരെയും പിണക്കാതെ ഈ വിഷയം എങ്ങനെ ഒരു അനുനയത്തിലൂടെ തീർക്കുമെന്ന കാര്യം ജില്ലാ പോലീസ് മേധാവി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും വൈസ് ചാൻസലറും ഗവർണറും തമ്മിലുള്ള ചർച്ച സർവകലാശാല ഗസ്റ്റ് ഹൌസിനുള്ളിൽ പുരോഗമിക്കുകയാണ്. ഗവർണറോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വൈസ് ചാൻസലർക്കെതിരെ കടക്കുമെന്നാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള എന്ത് കാര്യമാണ് ഇപ്പോ ചാൻസലറും VCയും തമ്മിൽ അവിടെ നടക്കുന്ന ചർച്ച? എന്ത് കാര്യത്തിലാണ് ചർച്ച? VCക്കെതിരെ നടപടിയെടുക്കാൻ രാജ്ഭവൻ ആലോചിക്കുന്ന വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണോ VCയെ ചാൻസലർ? ഹാഷ്മി, അതുതന്നെയാണ് ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ സ്ഥാപിച്ച ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകളും ബാനറുകളും എന്തുകൊണ്ടാണ് നീക്കം ചെയ്യാൻ സർവകലാശാല അധികൃതർ തയ്യാറാവാത്തത് എന്ന് തന്നെയാണ് ഗവർണർ ഉന്നയിക്കുന്ന പ്രധാനമായ ചോദ്യം. അത് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ നേരിട്ട് ഇറക്കിയിരിക്കുന്നു ഗവർണർക്കെതിരെ എന്നാണ് ഗവർണർ പ്രധാനമായും ആരോപിക്കുന്നത്. SFIയെ പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഗവർണറുടെ പെരുമാറ്റം. ഇന്നത് വെല്ലുവിളിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ സമരത്തെ വകവയ്ക്കാതെ ജനാധിപത്യ രീതിയിലുള്ള സമരമാണെന്ന് SFI പറയുന്നു. ആ സമരത്തെ പോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഗവർണറുടെ ഒരു നീക്കമുള്ളത്. ഈ സർവകലാശാലയ്ക്കകത്തുള്ള വിദ്യാർത്ഥികളെ പോലും, SFIക്കാരായ വിദ്യാർത്ഥികളെ പോലും അംഗീകരിക്കാതെ അവരുയർത്തിയ മുദ്രാവാക്യങ്ങൾ, അവരുയർത്തിയ പ്ലക്കാർഡുകളുമൊക്കെ അയച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ പരീക്ഷാ ഭവന് മുന്നിൽ സംഘടിച്ചിരിക്കാനാണ് SFIയുടെ തീരുമാനം. ഹാഷ്മി, സമീർ ബിൻ കരീം, അരുൺ പാറയ്ക്കൽ, ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഈ രാവ് മുഴുവൻ തങ്ങളുടെ ബാനറിന് കൂട്ടുനിന്നുകൊണ്ട് SFI പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ വരികയാണ്. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ്. ഭരണഘടനാ തലവന് സംരക്ഷണമൊരുക്കുന്ന പോലീസിനെതിരെയും ഇപ്പോൾ SFI പ്രവർത്തകർ നേരത്തെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ശക്തമായ സമരവും പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട് SFI. നേരത്തെ തന്നെ ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. വിദ്യാർത്ഥി സംഘടനകളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന, സംരക്ഷിക്കുന്ന, പിന്തുണയ്ക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ച് അതിന് തൊട്ടു പിന്നാലെയാണ് സമരം കനപ്പിച്ചുകൊണ്ട് SFI രംഗത്ത് വന്നിരിക്കുന്നത്. സമീർ ബിൻ കരീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമീർ, എന്താണ് SFIയുടെ ഇനിയുള്ള പദ്ധതി? രാത്രി മുഴുവൻ ഈ പ്രതിഷേധവും സമരവും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണോ? ഗോപി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് SFI നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതെ പകരം ഗവർണർ നശിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെട്ട ബാനറുകൾ അല്ലെങ്കിൽ കൂടുതൽ ബാനറുകൾ അതിന് സമാനമായി സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്കാണ് SFI ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ 100 മീറ്റർ മാത്രം അകലെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപം SFI പ്രവർത്തകർ സംഘടിച്ചെത്തിയപ്പോൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷ K അനുശ്രീ, കേന്ദ്ര
കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അഫ്സൽ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിലവിൽ SFI പ്രവർത്തകർ സംഘടിച്ചെത്തി ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഗവർണർക്കെതിരെ ആയി വാക്കുകൾ എഴുതിക്കൊണ്ട് പ്ലക്കാർഡുകൾ പ്രവർത്തകർ കൊണ്ടുവരികയും അത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ ഗസ്റ്റ് ഹൗസിന് ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഏതായാലും നിലവിൽ ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ അത്തരമൊരു ശ്രമം തന്നെ നടത്തുന്നില്ല. ഒരു വശത്ത് പോലീസ് ശക്തമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബാരിക്കേഡിന് ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു, മറുവശത്ത് പ്രവർത്തകരും സംഘടിച്ചെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കുള്ള പ്രവേശനം എല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തകർ ആരെങ്കിലും ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ അത് വളരെയധികം പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നിലവിൽ ഈ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വിവിധയിടങ്ങളിൽ പോലീസ് ശക്തമായ പരിശോധനയും ഒപ്പം തന്നെ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുള്ളതും എടുത്തു വരേണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറോളം സമീർ, വളരെ നേരത്തെ തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് രണ്ട് കാര്യങ്ങളാണ് ഗവർണർ പറഞ്ഞത്. ഒന്ന്, ബാനർ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടും ബാനർ നീക്കം ചെയ്യാത്തതിന് മലപ്പുറം SP കയർക്കുന്ന ഗവർണറെ നമ്മൾ കണ്ടു. VC MK ജയരാജിനോടും ഇതേ ഭാഷയിൽ തന്നെ ഗവർണർ പ്രതികരിച്ചു എന്ന വിവരങ്ങളുണ്ട്. ഗവർണർ ഉറച്ച നിലപാടിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയാണ് ഇവിടെ താമസിക്കുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പെരുമാറുമോ എന്ന് ചോദിച്ചതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. SFI ആകട്ടെ ഒരു ബാനർ അഴിച്ചാൽ അവിടെ 100 ബാനറുകൾ കെട്ടും. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധവും സമരവുമായി മുന്നോട്ടു പോകും. ഈ രാവ് മുഴുവൻ തങ്ങൾ ഉയർത്തിയ ബാനറിന് കാവൽ നിന്നുകൊണ്ട് പ്രതിഷേധം തുടരും എന്ന് പറയുന്നു. ക്രമസമാധാന പാലനം എന്നത് ശ്രമകരമായ ഒരു പ്രശ്നമായിരിക്കുമല്ലോ ഇപ്പോഴവിടെ. പ്രധാന കവാടം മുഴുവൻ പോലീസ് ബന്ദോബസ്തിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഗവർണർ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നുണ്ടോ? നിലവിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കം തന്നെ നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നേരത്തെ ഗവർണർ ഈ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരായി PM മാർഷോ ശക്തമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. അതായത് ഒരു തരത്തിലും ബാനറുകൾ നീക്കാൻ അനുവദിക്കില്ല, അതോടൊപ്പം തന്നെ ഒരു ബാനർ നശിപ്പിച്ചാൽ കൂടുതൽ ബാനർ സ്ഥാപിക്കുമെന്ന് മാർഷോ വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഗവർണർ രോഷാകുലനായി ഗസ്റ്റ് ഹൗസിന് പുറത്തിറങ്ങുകയും ജില്ലാ പോലീസ് മേധാവിയോട് കയർത്ത് സംസാരിക്കുകയും ജില്ലാ പോലീസ് മേധാവിയെ കൊണ്ടുവന്ന് പോസ്റ്റർ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ അറസ്റ്റിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ഇത്തരം ഒരു നീക്കം ഗവർണർ നടത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഈ നിലവിൽ ഇവിടെ നടക്കുന്ന സമരങ്ങൾ കൂടുതലും ഗവർണർ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നു. SFI പ്രവർത്തകർ കൂടുതൽ സംഘടിച്ചെത്തി ഇവിടെ സമരം ചെയ്യുന്നു. നിലവിൽ ഈ ഗസ്റ്റ് ഹൗസിന്റെ ഇരുഭാഗങ്ങളിലുമായി 100 മീറ്റർ അകലെ പോലീസ് ഇരുഭാഗങ്ങളിലുമായി